വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ ഞാൻ മേക്കപ്പ് റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. മേക്കപ്പ് ചെയ്യുന്ന ചിലർക്കെങ്കിലും ഒക്കെ ഉള്ള ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്തിനെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോ എന്ന്? അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രോൺസർ വേഴ്സസ് കോണ്ടോർ, അതായത് ബ്രോൺസറും കോണ്ടോറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിൻ്റെ ഉപയോഗം എന്താണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സോ വിതൗട്ട് ഗെറ്റിംഗ് ഫർദർ ഡിലേ, ലെറ്റ്സ് സ്റ്റാർട്ട്. മേക്കപ്പ് യൂസ് ചെയ്യുന്ന പലർക്കും ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ് കേട്ടോ, മേജർ ആയിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ആണെന്ന് തന്നെ പറയാം. എന്താണ് ഈ ബ്രോൺസർ അല്ലെങ്കിൽ എന്താണ് ഈ കോണ്ടോർ? ഇത് രണ്ടും സെയിം ആണോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആണോ? ഇതിൻ്റെ യൂസസ് എന്താണ്? ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ഇത് എങ്ങനെയാണ് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ അറിയുന്നത്? ഇതൊക്കെ പലരും ചിന്തിക്കുന്നത് ഇത് രണ്ടും ഒരു പർപ്പസാണ് ചെയ്യുന്നത്. ഈ ബ്രോൺസർ കോണ്ടോർ ഇത് രണ്ടും സെയിം പർപ്പസാണ് ചെയ്യുന്നതെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസും അതുപോലെ ഇതിൻ്റെ പർപ്പസും എന്താണെന്നുള്ളത് വിശദീകരിച്ച് തരാം. ആദ്യം തന്നെ നമുക്ക് ബ്രോൺസറിനെ കുറിച്ച് നോക്കാം. ബ്രോൺസർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലേക്ക് ഒരു ആർട്ടിഫിഷ്യൽ ടാൻ അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ആ ഒരു സൺ കിസ്ഡ് ഗ്ലോ എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു ഷെയ്ഡ് നമുക്ക് നാച്ചുറലി കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ബ്രോൺസർ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് പല ഫോംസിൽ അവൈലബിൾ ആണ്. പൗഡർ, ലിക്വിഡ്, ക്രീം, ഇങ്ങനെ പല ഫോംസിലും നമുക്ക് ബ്രോൺസർ അവൈലബിൾ ആയിട്ട് കിട്ടും. ബ്രോൺസർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഫേസിൻ്റെ ഹയർ പോയിന്റ്സിലാണ്, അതായത് ഈ സൈഡ്സ് ഓഫ് ദ ഫോർഹെഡ്, അതുപോലെ തന്നെ നോസിൻ്റെ ടിപ്പ്, ചീക്സ്, ഇവിടെയൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ബ്രോൺസർ അപ്ലൈ ചെയ്യുന്നത്. ബ്രോൺസറിൽ തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് വന്നിട്ട് മാറ്റ് ഫിനിഷ് ഉള്ളതും വരുന്നുണ്ട്, ഷിമ്മർ ഫിനിഷ് ഉള്ളതും വരുന്നുണ്ട്. രണ്ട് യൂസ് ചെയ്താലും നമുക്ക് ഒരേ ബെനിഫിറ്റ് ആണ്. മാറ്റ് ഫിനിഷ് എന്ന് പറയുമ്പോൾ കുറച്ച് മാറ്റിഫൈഡ് ആയിട്ടിരിക്കും. ബട്ട് ഒരു ഷിമ്മർ ടൈപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഷിമ്മർ ഉണ്ടാവും, ഒരു എന്താ പറയുക, ഒരു ഗ്ലിറ്ററി, ഒരു നാച്ചുറൽ, ഒരു ഗ്ലോ കൈൻഡ് ഓഫ് ഗ്ലിറ്ററി ഗ്ലോയി കൈൻഡ് ഓഫ് ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. ആകെ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ബ്രോൺസർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു നാച്ചുറൽ വാംത്ത് ആൻഡ് റേഡിയൻസ് ഫീൽ ചെയ്യും. ഇനി നമുക്ക് കോണ്ടോർ എന്താണെന്ന് നോക്കാം. കോണ്ടോർ എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. ആ ടെക്നിക്ക് യൂസ് ചെയ്ത് നമ്മുടെ ഫേസിനെ ഒരു സ്കൾപ്റ്റഡ് അല്ലെങ്കിൽ ചിസിൽഡ് ലുക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. അതായത് ഷാഡോസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസിന് ഒരു സ്കൾപ്റ്റഡ് ലുക്ക്, ഒരു ഈവൻ ലുക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മോർ ചിസിൽഡ് ലുക്ക് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കോണ്ടോറിങ്. ഇത് നമ്മുടെ ഫേസിൽ ഒരു ഇല്യൂഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമുക്ക് ഈ കുറച്ച് ചബ്ബി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ കോണ്ടൂർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാലോ ഇല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഭയങ്കര സ്കൾപ്റ്റഡ് ആയിട്ടുള്ളൊരു ചീക്ക് ബോൺ ഏരിയ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫീൽ ആകും. അതാണ് മെയിനായിട്ട് ഈ കോണ്ടൂറിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. കോണ്ടൂറും നമുക്ക് പൗഡർ ഫോമിലും ക്രീം ഫോംസിലും ഒക്കെ അവൈലബിൾ ആണ്. ഇത് നമ്മൾ മെയിനായിട്ട് അപ്ലൈ ചെയ്യുന്നത് കുറച്ച് ഡെപ്ത് ക്രിയേറ്റ് ചെയ്യുന്ന പോലത്തെ ആ ഒരു പോർഷൻസിലൊക്കെയാണ്. അതായത് നമ്മുടെ ചീക്ക് ബോൺസിന് തൊട്ടടിയിലായിട്ട് നമ്മൾ ബ്രോൺസർ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ചീക്ക് ബോൺസിന് മുകളിലായിട്ട്, അതായത് കറക്റ്റ് ആ ചീക്ക് ബോൺസിന്റെ മുകളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ ബ്രോൺസർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ചീക്ക് ബോൺസിന് താഴെയായിട്ട് ആ ഒരു ഹാലോ പാർട്ടിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബ്രോൺസർ നേരത്തെ പറഞ്ഞ പോലെ ഫോർഹെഡിന്റെ സൈഡ്സിലാണെങ്കിൽ കോണ്ടൂർ നമ്മൾ യൂസ് ചെയ്യുന്ന ടെമ്പിൾസ് ഓഫ് അവർ ഫോർഹെഡ് ആണ്. അതായത് നമ്മുടെ മെയിനായിട്ട് ഈ ഹെയർ ലൈനുമായിട്ട് ജോയിൻ ആയി നിൽക്കുന്ന ഏരിയയിലാണ് നമ്മൾ കോണ്ടൂർ അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജോ ലൈനിന്റെ ഈ ഒരു സൈഡിലായിട്ടും നമ്മൾ കോണ്ടൂറിങ് ചെയ്ത് കൊടുക്കാറുണ്ട്. നമുക്ക് അവിടെ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്കൾപ്റ്റഡ് ജോ ലൈൻ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഷാഡോ കൊടുക്കാനായിട്ട് നമ്മൾ അവിടെയും കോണ്ടൂർ യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ നോസിൻ്റെ ഈ രണ്ട് സൈഡ്സ് ഉണ്ടല്ലോ, ഈ സൈഡ്സിലേക്കും നമ്മൾ ആ ഒരു നോസ് നല്ലൊരു ചിസിൽഡ് ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഷാർപ്പൻഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നോസിൻ്റെ സൈഡ്സിലേക്കും കോണ്ടൂർ ചെയ്ത് കൊടുക്കും. പിന്നെ ഇതിന് ഒരു മെയിൻ ആയിട്ട് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രോൺസറിൽ ഞാൻ പറഞ്ഞ പോലെ ഷിമ്മർ ഫിനിഷ്, മാറ്റ് ഫിനിഷ് ഉണ്ട്. അതിൽ നമുക്ക് മാറ്റ് ഫിനിഷ് യൂസ് ചെയ്തിട്ട് നമുക്ക്, അതായത് ബ്രോൺസറിൽ തന്നെ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളത് യൂസ് ചെയ്ത് നമുക്ക് കോണ്ടൂർ ചെയ്യാൻ സാധിക്കും. ബട്ട് നമുക്ക് ഒരിക്കലും കോണ്ടൂർ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കോണ്ടൂറിൽ തന്നെ പല ഷെയ്ഡ്സ് ഉണ്ട്, ഇതിൽ പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ബ്രോൺസറിലെ മാറ്റ് വെച്ചിട്ട് നമുക്ക് കോണ്ടൂറിങ് പർപ്പസ് ചെയ്യാം. ബട്ട് കോണ്ടൂർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും കോണ്ടൂറിനായിട്ട് ഉള്ളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നമുക്ക് ബ്രോൺസിങ് ചെയ്യാനായിട്ട്, ബ്രോൺസർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ഒരു മേജർ ഡിഫറൻസ്. അതായത് ബ്രോൺസറിൻ്റെ മാറ്റ് യൂസ് ചെയ്ത് നമുക്ക് കോണ്ടൂറിങ് ചെയ്യാം, ബട്ട് കോണ്ടൂറിങ് യൂസ് ചെയ്ത് ഒരിക്കലും നമുക്ക് ബ്രോൺസറിൻ്റെ എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ ഇത് രണ്ടിൻ്റെയും മേജർ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ്പ്. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.